ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഹലോ ഗായ്സ് ഫാമിലി. അപ്പം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമുക്ക് കിട്ടുന്ന ഒരു അവധി ദിവസത്തെ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും ഗായ്സ്? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? തലേ ദിവസം നമുക്ക് കുറച്ച് ചോറ് കറി എല്ലാം ഉണ്ട് നമ്മൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ദിവസം നമുക്ക് രാവിലെ പഴങ്കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ് ഗായ്സ്. ഇത് ഹെൽത്തിനും അടിപൊളി. തൈര് മാത്രം ഇല്ലാതെ എന്തിനാണ് നമ്മൾ? തൈരുണ്ടല്ലോ, പിന്നെ അതും കൂടെ ഇടാം. നമ്മുടെ പഴങ്കഞ്ഞിക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ചോറാണ്, വൈറ്റ് റൈസ്. ഓക്കെ, നമ്മൾ പ്രത്യേകമായിട്ട് ഇതിനെ എടുത്താണ്. ഇതാണ് നമ്മൾ ഉണക്ക ചൂട പറ്റിച്ചത് മാങ്ങായിട്ട്. ഇത് നമ്മുടെ ഉണക്ക മീൻ കറി, നമ്മുടെ പച്ച മാങ്ങ ഇട്ട് വെച്ച തേങ്ങ അരച്ച കറി. ഇത് നമ്മുടെ അടിപൊളി ചമ്മന്തി. അവിയലിരുന്ന പാത്രത്തിലോട്ട് കുറച്ച് ചോറെടുത്ത് രാവിലെ പഴങ്കഞ്ഞി കഴിച്ചാലോ ഇന്നലത്തെ കൂട്ടും. ആക്ച്വലി ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു ഗൈസ്. പഴങ്കഞ്ഞി ആക്ച്വലി ഒരു ഔഷധം കൂടാണ് കേട്ടോ. എത്ര പേർക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ കഴിച്ചോളെ കഴിക്കണം. പക്ഷെ കാര്യം ഈ പനിയുള്ളവർക്കൊക്കെ നമുക്കൊക്കെ താങ്ങും. രുചിയല്ലേ നമ്മൾ കഴിക്കുന്നതാണ്. അപ്പം കണ്ട ഇങ്ങനെ ഒരു നമ്മളിങ്ങനെ വെക്കുക, നമുക്ക് പനിക്കൊക്കെ ഒരു ആശ്വാസം കിട്ടും. നമ്മളൊന്ന് കഴിച്ചു നോക്കണം. എന്നും പിസ്സയും ബർഗറും ചപ്പാത്തിയും പൂജിയും എന്നും വേണ്ട. ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. ഒരു ദിവസമെങ്കിലും നിങ്ങൾക്ക് അവധിയുള്ള ദിവസം മതി, നിങ്ങളൊന്ന് കഴിച്ച് നോക്കണം. കാന്താരിയൊക്കെ കണ്ടോ കണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് ഇളകടി വെള്ളം കുടിക്കണം. അത് ഞങ്ങൾ കഴിച്ചിട്ട് കാണിക്കാം കേട്ടോ. മാഷാല്ലാ, പനിയുള്ളവർക്ക് നല്ലതാണ്. അവധിയായതുകൊണ്ട് നമ്മൾ ലേറ്റായിട്ട് എണ്ണീറ്റ് അപ്പോൾ ചായ ഇടാമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മുടെ അവിയൽ കണ്ടപ്പോൾ നമ്മൾ പഴങ്കഞ്ഞിയിലേക്ക് തിരിഞ്ഞു. മാഷാല്ലാ, അടിപൊളി ടേസ്റ്റായിരുന്നു. പഴങ്കഞ്ഞിയുടെ രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല. കഴിച്ചവർക്ക് മാത്രമേ. മാഷാല്ലാ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങളിപ്പം ചോദിക്കുക ചിക്കൻ ബിരിയാണി അങ്ങനെ ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ പഴങ്കഞ്ഞി നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഹെൽത്തിന് എന്ത് നല്ലതാണെന്നറിയാം. ചില ആൾക്കാർ ഭയങ്കര ഡയറ്റിങ്ങാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ വല്ലപ്പോഴെങ്കിലും കൊണ്ട് കാലം നമ്മുടെ മംഗലം അങ്ങനെയൊക്കെ കഴിക്കണം. ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിയ. നമ്മുടെ നൊസ്റ്റാൾജിയ ഫീൽ നമ്മുടെ അടുക്കളയിൽ ഇരുന്ന് തന്നെയാണ് ഗൈസ് നമ്മൾ കഴിച്ചത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.